2018 US മേരിലാൻഡ് എന്ന സ്റ്റേറ്റിൽ റോസ്ലാൻഡ് എന്ന ഒരു സ്ഥലം. അവിടെ റോസ്ലാൻഡ് അവന്യൂ എന്ന വളരെ സമ്പന്നർ താമസിക്കുന്ന ഒരു ഏരിയ. 790 എന്ന അപ്പാർട്ട്മെന്റിൽ 64 വയസ്സുള്ള ജൂഡി എന്ന സ്ത്രീ അവിടെ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു. അവരുടെ ഭർത്താവ് പല വർഷങ്ങൾക്ക് മുൻപ് മരിച്ചു. ബന്ധുക്കളൊക്കെ പല സ്ഥലങ്ങളിലായാണ് താമസിക്കുന്നത്. ഇവർ ഒരു മകനെ ദത്തെടുത്ത് വളർത്തുന്നുണ്ട്. പക്ഷെ അവന് യാതൊരു ഉത്തരവാദിത്വമില്ലാതെ കറങ്ങി നടക്കും. ചില ദിവസങ്ങൾ മാത്രമാണ് അമ്മയുമായി താമസിക്കാറ്. ഒരുപാട് ദിവസവും പുറത്തായിരിക്കും. പല ദിവസങ്ങളിലും ജൂഡി ഒറ്റയ്ക്കായിരിക്കും ആ വീട്ടിലുണ്ടാവുക. ജൂഡിയുടെ വീടിന് മുൻപിലും പുറകിലും പൂന്തോട്ടമുണ്ട്. അവരുടെ മുഴുവൻ സമയവും അവിടെയാണ് ചിലവഴിക്കാറ്. മാനസികമായി ഒരുപാട് പിരിമുറുക്കമുള്ളതുകൊണ്ട്, ഡിപ്രഷനിലായതുകൊണ്ടും ഈ ഒരു ഗാർഡനിൽ സമയം ചിലവഴിക്കുമ്പോൾ മാനസികമായി ഒരു സമാധാനം അവർക്ക് ലഭിക്കും. മാത്രമല്ല, ജൂഡി വീട്ടിൽ ഒറ്റയ്ക്കായതുകൊണ്ട് അയൽവാസികളോടൊക്കെ വളരെ നന്നായി സംസാരിക്കും. അങ്ങോട്ടേക്ക് ചെന്ന് സംസാരിക്കും. ബേക്ക്യാർഡിൽ ആ ഗാർഡനൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് അവിടെയുള്ള അയൽവാസികളോട് സംസാരിച്ചുകൊണ്ട് തന്നെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. എപ്പോഴും ഹാപ്പി ആയിരിക്കാൻ ശ്രമിക്കും. മൊത്തത്തിൽ ജൂഡിയെക്കുറിച്ച് എല്ലാവരും പറയുന്നത് സ്വീറ്റ് ലേഡി എന്നാണ്. അത്രത്തോളം അയൽവാസികൾക്കും അവരെ ഇഷ്ടമായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത്, ഈ ലോകത്തിൽ അത്ര നല്ലവരായിരിക്കാനും പാടില്ല. എന്തെങ്കിലും ഒരാപത്ത് അവരെ തേടി വരും. ജൂഡിക്കും അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു. അവർക്ക് എന്ത് സംഭവിച്ചു എന്നറിയുന്നതിന് മുൻപ് നിങ്ങളുടെ സമയം 2 സെക്കൻഡ് എനിക്ക് വേണ്ടി മാറ്റിവെച്ചിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് തരിക. നിങ്ങൾ തരുന്ന ലൈക്കായിരിക്കും എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മോട്ടിവേഷൻ. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പൊതുവെ നമ്മളുടെ ജീവിതത്തിൽ ചിലരെ ദിവസവും കാണുന്നു. അടുത്ത ഒരാഴ്ച വരെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് സംഭവിച്ചു, എവിടെ പോയിട്ടുണ്ടാകും, അങ്ങനെയുള്ള ചില ചോദ്യം നമുക്കുള്ളിൽ വരും. അങ്ങനെ ജൂഡി എല്ലാ ദിവസവും ഗാർഡനിൽ ജോലി ചെയ്യുമ്പോൾ അയൽവാസികളുമായി സംസാരിച്ചു കൊണ്ടേയിരിക്കും. അവരുടെ വീടിന് ഓപ്പോസിറ്റുള്ള ഒരു വീട്. അവിടെ സിന്ധി എന്നൊരു സ്ത്രീയുമായി ജൂഡിക്ക് വളരെ നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. ഇപ്പോൾ സിന്ധി ശ്രദ്ധിക്കുകയാണ്, ജൂഡി ഒരാഴ്ച വീട്ടിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടില്ല. വീടും പൂട്ടിയിരിക്കുകയാണ്. ഗാർഡനും മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. ചവറുകൾ നിറഞ്ഞു കിടക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ അവർക്ക് എന്തോ സംശയം തോന്നി. കാരണം ജൂഡി എപ്പോഴും ആ പൂന്തോട്ടം വൃത്തിയോടുകൂടി നോക്കും. എവിടെയെങ്കിലും പോയാൽ പോലും സിന്ധിയോട് പറഞ്ഞിട്ടേ പോവുകയുള്ളൂ. പെട്ടെന്ന് ജൂഡിയെ കാണാത്തത് കൊണ്ട് സിന്ധിക്ക് അത് വലിയ അത്ഭുതം തോന്നി. എന്നാൽ അങ്ങനെയാണെങ്കിലും ജൂഡിക്ക് മറ്റു പല നാടുകളിൽ ഒരുപാട് ബന്ധുക്കൾ ഉള്ളതുകൊണ്ട് അവിടെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാകും. അടുത്ത ചില ദിവസത്തിൽ വരും എന്ന് വിചാരിച്ചിട്ട് അത് വലിയ കാര്യമാക്കിയില്ല. ഈ സമയത്ത് തന്റെ 62ാമത്തെ പിറന്നാൾ ആഘോഷിക്കാൻ സിന്ധി ജൂൺ മാസം 24-ാം തീയതി 2018 വർഷം ഒരു വലിയ പാർട്ടി അറേഞ്ച് ചെയ്യുന്നു. അവരുടെ പിറന്നാളിന് ഒരു ദിവസത്തിന് മുൻപ് സിന്ധി അവരുടെ വീടിനുള്ളിൽ വളരെ ക്രൂരമായ രീതിയിൽ കൊല്ലപ്പെടുന്നു. സിന്ധിയുടെ മകൻ, പുറത്തുപോയ മകൻ വീടിനുള്ളിലേക്ക് വരുമ്പോൾ വീടിന്റെ മുൻവശത്തെ കതക് തുറന്നിരിക്കുകയായിരുന്നു. അകത്തേക്ക് കയറി നോക്കിയപ്പോൾ അടുക്കളയിൽ സിന്ധി രക്തം വാർന്ന് കിടക്കുന്നതായിരുന്നു കണ്ടത്. ആരോ ഒരു വ്യക്തി സിന്ധിയെ കത്തി ഉപയോഗിച്ച് പലതവണ കുത്തിയിട്ടുണ്ട്. അവർ മരിക്കുകയും ചെയ്തു. ഇത് മാത്രമല്ല, ആ വീട്ടിലുള്ള വിലമതിക്കാനാകാത്ത ചില സാധനങ്ങൾ മോഷണം പോയിട്ടുണ്ട്. പണവും മോഷണം പോയിട്ടുണ്ട്. കൂടാതെ സിന്ധിയുടെ കാറും ആ വന്ന വ്യക്തി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇവയൊക്കെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും മോഷണത്തിനായി നടത്തിയ കൊലപാതകമാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി. സിന്ധി ആര് കൊന്നിട്ടുണ്ടാകുമെന്ന് പോലീസ് തിരയാൻ തുടങ്ങി. പോലീസ് സിന്ധിയുടെ കാര്യത്തിൽ അത്രയും തിരക്കായതുകൊണ്ട് ഏകദേശം 2-3 ആഴ്ചകൾക്ക് മുൻപ് കാണാതായ ജൂഡിയെക്കുറിച്ച് ആരും തന്നെ ശ്രദ്ധിച്ചില്ല. തുടക്കത്തിൽ ജൂഡി കാണാതായി എന്ന് സിന്ധി മാത്രമായിരുന്നു ചിന്തിച്ചത്. പക്ഷേ ദിവസങ്ങൾ കഴിയുന്തോറും പല അയൽവാസികൾ അവരെ കാണാനില്ല എന്ന് പറയാൻ തുടങ്ങി. പോലീസിന് ഇപ്പോൾ ഒരു ചിന്ത വരുന്നു, മരിച്ചുപോയ സിന്ധിക്കും കാണാതായ ജൂഡിക്കും എന്താണ് ബന്ധം? സത്യത്തിൽ സിന്ധിയുടെ മരണത്തിനും ജൂഡി മിസ്സിംഗ് ആയതിനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ ഒരു രീതിയിലും പോലീസ് അവരുടെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി. പോലീസ് സിന്ധിയുടെ വീട്ടിലുള്ള CCTV ക്യാമറയും അവരുടെ വീടിന്റെ ഡോറിലുള്ള ഡോർ ക്യാമറയും പരിശോധിക്കുമ്പോൾ അവസാനം അവർക്ക് ഈ കേസിൽ ഒരു വഴിത്തിരിവുണ്ടായി. സിന്ധി എന്നാണോ മരിച്ചത് അന്ന് ഏതോ ഒരു വ്യക്തിയെ വീടിനുള്ളിലേക്ക് കയറ്റിയിട്ടുണ്ട്. പക്ഷേ അവർ വീടിനുള്ളിലേക്ക് കയറുന്നതിന് മുൻപ് സിന്ധി ആ വ്യക്തിയോട് വളരെ നോർമലായി സംസാരിക്കുകയാണ്. അവരെ വിശ്വസിച്ച് വീടിനുള്ളിലേക്ക് കയറ്റി. ഇത് വെച്ച് നോക്കുമ്പോൾ സിന്ധിയെ കൊന്ന ആ വ്യക്തി തീർച്ചയായും സിന്ധിക്ക് അറിയാവുന്ന ഒരാളായിരിക്കാൻ ഒരുപാട് സാധ്യതയുണ്ട്. കൂടാതെ ആ ഒരു ക്യാമറ പരിശോധിക്കുമ്പോൾ ആ വ്യക്തി സിന്ധിയുമായി വീടിനുള്ളിലേക്ക് പോയി 1 മണിക്കൂർ കഴിഞ്ഞ് അയാൾ മാത്രം പുറത്തേക്ക് വരുന്നു. 2-3 തവണ വീണ്ടും വീടിനകത്തേക്ക് പോവുകയും തിരികെ വരികയും പോവുകയും വരികയും ഇതെല്ലാം ആ ക്യാമറയിൽ പതിഞ്ഞിരുന്നു. ഓരോ തവണയും വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ആ വീടിനുള്ളിലെ ഒരുപാട് വസ്തുക്കൾ എടുത്ത് സിന്ധിയുടെ കാറിൽ വെക്കുന്നുണ്ടായിരുന്നു. അവസാനം സിന്ധിയുടെ കാറും എടുത്തുകൊണ്ട് അയാൾ അവിടെ നിന്നും പോകുന്നു. ഇത് വെച്ച് നോക്കുമ്പോൾ യാതൊരു സംശയവുമില്ല, ക്യാമറയിൽ പതിഞ്ഞ ആ ഒരു വ്യക്തി തന്നെയാണ് സിന്ധിയെ കൊന്നത് എന്ന് പോലീസ് ചിന്തിച്ചു. ശരി, ക്യാമറയിൽ പതിഞ്ഞ ഈ ഒരു വ്യക്തി ആരാണ് എന്ന് പോലീസ് അന്വേഷിക്കുമ്പോൾ അത് മറ്റാരുമല്ല, 38 വയസ്സുള്ള റയ്യാൻ എന്നയാളായിരുന്നു. ഈ റയ്യാനും മറ്റാരുമല്ല,
മരിച്ച സിന്ധിയുടെ അയൽവാസി ജൂഡി, ഈ ജൂഡി എടുത്തു വളർത്തിയ മകനായിരുന്നു. ഈ റയാനെ കുറിച്ച് പോലീസ് ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുമ്പോൾ നേരത്തെ തന്നെ പോലീസിനും നിയമത്തിനും അവനെ നന്നായി അറിയാമായിരുന്നു. അവൻ പല കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രധാനമായും മോഷണ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. മയക്കുമരുന്നിന് അടിമയായിരുന്നു. ചെറിയ ചെറിയ കുഞ്ഞുങ്ങളോട് മോശമായി പെരുമാറിയ കുറ്റത്തിന് പലതവണ ജയിലിൽ പോയിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും അവൻ ഇതുപോലെ കൊലപാതകങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഒരുപക്ഷെ ഇത് അവൻ ആദ്യമായി ചെയ്ത സംഭവമായിരിക്കാനും സാധ്യതയുണ്ട്. റയാനാണ് സിന്ധിയെ കൊന്നതെന്ന് മനസ്സിലായി. എന്നാൽ ജൂഡി കാണാതായതിനും റയാനും എന്താണ് ബന്ധമുള്ളത്? അത് എന്താണെന്ന് അറിയണമെങ്കിൽ റയാനെ കണ്ടെത്തണം. ഇപ്പൊ പോലീസ് അവനെ വലവീശി തിരയുമ്പോൾ അവസാനം പോലീസ് അവനെ പിടിക്കുന്നു. ഒരു ഹോട്ടലിന് പുറത്ത് മരിച്ചുപോയി സിന്ധിയുടെ കാർ നിൽക്കുന്നത് കാണുന്നു. അത് സിന്ധിയുടെ കാറാണെന്ന് പോലീസിന് മനസ്സിലായി. തീർച്ചയായും ഇത് റയാൻ തന്നെയായിരിക്കും ഓടിച്ചു കൊണ്ടുവന്നത്. പല മണിക്കൂർ ആ ഹോട്ടലിന് മുൻപിൽ തന്നെ പോലീസ് കാത്തിരിക്കുന്നു. അങ്ങനെ അവൻ ആ ഹോട്ടലിൽ നിന്നും പുറത്തേക്ക് വന്ന് കാർ എടുക്കാൻ പോകുന്ന സമയത്ത് അപ്പോൾ തന്നെ പോലീസ് അവനെ പിടിച്ചു. ആ കാർ സീസ് ചെയ്തും അതിനുള്ളിലെ ഫോറൻസിക് തെളിവുകളെല്ലാം പോലീസ് എടുത്തു. സിന്ധിയുടെ വീട്ടിലെ ഏതൊക്കെ വസ്തുക്കളാണോ കാണാതായത് അതിൽ ചിലതൊക്കെ ഈ കാറിലുണ്ടായിരുന്നു. കൂടാതെ റയാൻ ധരിച്ചിരുന്ന ഷൂ, അതിന് അടിയിൽ ഒരുപാട് രക്തക്കറയുണ്ടായിരുന്നു. ആ രക്തക്കറ പരിശോധിച്ചപ്പോൾ മരിച്ചുപോയി സിന്ധിയുടേതാണെന്നും മനസ്സിലായി. ഇതിലൂടെ റയാനാണ് സിന്ധിയെ കൊന്നിട്ട് അവരുടെ വീട്ടിലുണ്ടായിരുന്ന വസ്തുക്കളും മോഷ്ടിച്ചിട്ട് സിന്ധിയുടെ കാറും മോഷ്ടിച്ചിട്ട് വന്നത് എന്ന് പോലീസിന് മനസ്സിലായി. ഇപ്പൊ പോലീസിനുള്ള ഒരു ചോദ്യം, സത്യത്തിൽ ജൂഡിക്ക് എന്ത് സംഭവിച്ചു? അവർ കാണാതായതിനും റയാനും തമ്മിൽ എന്താണ് ബന്ധം? ജൂഡി ജീവനോടെ ഉണ്ടോ ഇല്ലയോ, അതോ അവരെയും കൊന്നോ? ഇതിനുത്തരമെല്ലാം തീർച്ചയായും റയാൻ തന്നെ പറയണം. ഇപ്പോൾ വന്ന മറ്റൊരു സംശയം, ജൂഡിയെ ഇവൻ തന്നെ കൊന്നു എന്ന് നമ്മൾ വിചാരിച്ചാൽ കൂടിയും അവനതിന് ഉദ്ദേശം എന്താണ്? അവരെ കൊല്ലാനുള്ള മോട്ടീവ് എന്താണ്? ഈ ഉത്തരമറിയാനായി അവനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അവൻ ഒന്നും പറയില്ല എന്ന് പോലീസ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ റയാൻ എല്ലാ സത്യങ്ങളും പറയാൻ തുടങ്ങി. അതെ, എൻ്റെ വളർത്തമ്മയായ ജൂഡിയെ ഞാൻ തന്നെയാണ് കൊന്നതെന്ന് പറഞ്ഞു. അതും എപ്പോഴാണ് കൊന്നതെന്ന് ചോദിച്ചാൽ 1 മാസങ്ങൾക്ക് മുൻപ്. സിന്ധിയെ കൊല്ലുന്നതിന് 1 മാസങ്ങൾക്ക് മുൻപേ സ്വന്തം അമ്മയെ അവൻ കൊന്നിരുന്നു. ശരി, ജൂഡിയുടെ ശരീരം എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ വീട്ടിലെ ഫസ്റ്റ് ഫ്ലോറിലെ മറ്റൊരു മുറിക്കുള്ളിൽ അടച്ചു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. ഒന്ന് ചിന്തിച്ചു നോക്കുക, ഒരു കൊലപാതകം ചെയ്തു 1.5 മാസമായി. ആ ശരീരം ഇപ്പോൾ അഴുകിയിട്ടുണ്ടാകും. മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യം, തൻ്റെ വളർത്തമ്മയെ കൊന്ന് ഒരു മുറിക്കുള്ളിലാക്കിയിട്ട് ഏകദേശം 1 മാസത്തോളം അവൻ അതേ വീട്ടിൽ തന്നെ താമസിച്ചു. എപ്പോഴാണോ വല്ലാത്തൊരു ദുർഗന്ധം വരാൻ തുടങ്ങിയത് അതിനുശേഷമായിരുന്നു ആ വീട് വിട്ടു പോയത്. പക്ഷേ എന്നെ കൊണ്ട് ചിന്തിച്ചു നോക്കാൻ കഴിയാത്തത്, സ്വന്തം അമ്മയെ കൊന്ന് ഒരു മുറിക്കുള്ളിൽ അടച്ചു വെച്ചിട്ട് അവൻ എങ്ങനെ 1 മാസത്തോളം അതേ വീട്ടിൽ തന്നെ സമാധാനമായി കഴിയാനും ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനും ഒക്കെ സാധിച്ചത്? ശരി, ജൂഡിയെ എന്തിനു കൊന്നു എന്നുള്ളത് നമുക്ക് മാറ്റിവെച്ചിട്ട് നിന്റെ അയൽവാസി സിന്ധി, അവർക്കും നിനക്കും എന്താണ് പ്രശ്നം? അവരെ എന്തിനാണ് നീ കൊന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ജൂഡിയെ കൊന്നു, എൻ്റെ വീട്ടിൽ തന്നെ വയ്ക്കുകയും ചെയ്തു. ജൂഡിയെ ഒരാഴ്ചയായി കാണാനില്ല എന്ന് പറഞ്ഞ് അയൽവാസിയായ സിന്ധി ഭയപ്പെട്ടു. പലതവണ എന്നോട് തന്നെ വന്ന് ചോദിച്ചു അമ്മ എവിടെ പോയി, എപ്പോൾ വരുമെന്നൊക്കെ. മറ്റാരും ജൂഡിയെക്കുറിച്ച് യാതൊന്നും ചോദിച്ചില്ല. സിന്ധി മാത്രം ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ ചോദിക്കുമായിരുന്നു. അപ്പോൾ എനിക്കൊരു ഭയം വന്നു, ഒരു പക്ഷേ ജൂഡിയെ കാണാനില്ല എന്ന് സിന്ധി പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്താലോ? അങ്ങനെ കംപ്ലൈൻറ്റ് കൊടുത്താൽ നേരെ പോലീസ് എൻ്റെ വീട്ടിലായിരിക്കും വരിക. അങ്ങനെ ജൂഡിയുടെ ശരീരം അവർ കണ്ടുപിടിക്കും, എന്നെ പോലീസ് പിടിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് സിന്ധിയെ കൊല്ലാം എന്ന് തീരുമാനിച്ചു അവരുടെ വീടിനുള്ളിലേക്ക് പോയത്. എന്തായാലും കൊല്ലും, അതിൻ്റെ കൂടെ ആ വീട്ടിലുള്ള കുറേ വിലപിടിപ്പുള്ള വസ്തുക്കൾ എടുത്തുകൊണ്ടുപോയാൽ തനിക്കത് വിറ്റ് പണമുണ്ടാക്കാം. ആ പണം ഉപയോഗിച്ച് തനിക്ക് മയക്കുമരുന്നും മദ്യവും വാങ്ങാം. അങ്ങനെയായിരുന്നു എൻ്റെ ഉദ്ദേശം. അതുപോലെ ഞാൻ എല്ലാ വസ്തുക്കളും മോഷ്ടിക്കുകയും ചെയ്തു. അതുകൊണ്ട് വിൽക്കാൻ പോയപ്പോഴായിരുന്നു നിങ്ങൾ എന്നെ പിടിച്ചത് എന്നും അവൻ പറഞ്ഞു. ഇപ്പൊ പോലീസും, ശരി നീ സിന്ധിയെ കൊന്നു, എന്നാൽ നിന്റെ സ്വന്തം വളർത്തമ്മയെ നീ എന്തിനു കൊന്നു എന്ന് ചോദിച്ചപ്പോൾ അതിനും അവനൊരു കാരണം പറഞ്ഞു. ഈ ജൂഡി പെൻഷൻ വാങ്ങിയാണ് അവരുടെ ജീവിതം നോക്കുന്നത്. വളരെ തുച്ഛമായ പണം മാത്രമേ ലഭിക്കുകയുള്ളൂ. എങ്കിൽ പോലും അതിൽ നിന്ന് വരുന്ന പണം അവർ സേവ് ചെയ്ത് വെച്ചിരുന്നു. അതുകൂടാതെ അവർക്ക് സ്വർണം ഉണ്ടായിരുന്നു, ചില വിലമതിക്കുന്ന വസ്തുക്കളും ഉണ്ടായിരുന്നു. ജീവിതത്തിൽ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല, ആർക്കും ഒന്നും കൊടുക്കേണ്ട ആവശ്യവുമില്ല. ഒരു മകനെ ദത്തെടുത്ത് വളർത്തി, അവനും യാതൊരു ഉത്തരവാദിത്വവുമില്ല. അവന് മയക്കുമരുന്നിന് അടിമയാണ്. കൂടാതെ റയാന്റെ സ്വഭാവം, അവന്റെ മൂഡ് സ്വിംഗ്, പെട്ടെന്ന് ദേഷ്യപ്പെടും, പെട്ടെന്ന് ചിരിക്കും. എപ്പോഴെല്ലാമാണോ അവൻ മയക്കുമരുന്ന് കഴിക്കുന്നത് അപ്പോഴെല്ലാം അവന്റെ മൂഡ് വളരെ ഇൻസ്റ്റേബിൾ ആയിരിക്കും. അതുകൊണ്ട് അവനെക്കുറിച്ച് മനസ്സിലായ ജൂഡി അവനെ പലതവണ വീടിനുള്ളിലേക്ക് കയറ്റിയില്ല. എന്നാൽ ചില സമയങ്ങളിൽ അവനെ കാണുമ്പോൾ വല്ലാത്തൊരു പാവം തോന്നി വീടിനുള്ളിലേക്ക് കയറ്റും. അങ്ങനെ വീടിനുള്ളിലേക്ക് വന്ന അവൻ 1 മാസമായി ജൂഡിയുമായി താമസിച്ചു. അങ്ങനെ ജൂഡിയുടെ വീട് മുഴുവനും അവൻ ശ്രദ്ധിച്ചു. തന്റെ വളർത്തമ്മയ്ക്ക് ഒരുപാട് പണമുണ്ട്, സ്വർണമുണ്ട്. വീട്ടിലാണെങ്കിൽ വിറ്റാൽ പണം കിട്ടുന്ന രീതിക്ക് ഒരുപാട് വസ്തുക്കളുണ്ട്. എന്നാൽ തന്റെ ഈ ഒരു സ്വഭാവം മനസ്സിലാക്കിയാൽ തീർച്ചയായും തന്നെ വീട്ടിൽ നിന്നും പുറത്താക്കും. പോകാൻ തനിക്ക് വേറെ സ്ഥലവുമില്ല. ജൂഡിയെ കൊല്ലുകയാണെങ്കിൽ വീടിനുള്ളിലെ എല്ലാ പണവും കിട്ടും, വീട്ടിലെ വസ്തുക്കളും കിട്ടും. അതുകൂടാതെ ഈ വീട്ടിൽ എത്ര ദിവസം വേണമെങ്കിലും താമസിക്കാം. തന്നെ ആരും ചോദ്യം ചെയ്യില്ല. കാരണം ജൂഡിക്കുള്ള ബന്ധുക്കളൊക്കെ മറ്റു പല നാട്ടിലാണ്. അവരെ അന്വേഷിച്ച് ആരും തന്നെ വരില്ല. ഇങ്ങനെ അവരെ കൊല്ലാൻ പദ്ധതിയിട്ടു.
ഒരു ദിവസം എപ്പോഴത്തെയും പോലെ മയക്കുമരുന്നും കഴിച്ച് ആ വീടിനുള്ളിലേക്ക് വരുന്നു. വന്നപ്പോൾ തന്നെ നല്ല പദ്ധതി ഉണ്ടായിരുന്നു. കയ്യിൽ ഒരു കത്തി എടുത്തു കൊണ്ടുവന്ന് ജൂഡിയുടെ മുൻപിൽ വന്ന് നിൽക്കുന്നു. അപ്പൊ തന്നെ ജൂഡിക്ക് മനസ്സിലായി അവൻ മദ്യപിച്ചിട്ടുണ്ട്, മയക്കുമരുന്ന് കഴിച്ചിട്ടുണ്ട്, അവന്റെ മൂഡ് നല്ലതല്ല. വീടിനുള്ളിലേക്ക് അവർ ഓടി ഒളിക്കാൻ ശ്രമിക്കുമ്പോൾ കൈകൊണ്ട് പിടിച്ചു വലിച്ച് കത്തി ഉപയോഗിച്ച് 10-20 തവണയോളം കുത്തി. ജൂഡിയും വളരെ ദാരുണമായ രീതിയിൽ മരിച്ചു. ഇതിനുശേഷം അവരുടെ ശരീരം മുകളിലുള്ള ഒരു മുറിയിൽ കൊണ്ടാക്കി കടച്ചിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ വളരെ നോർമലായി അവൻ ജീവിച്ചു. ദിവസവും ആ വീട്ടിലുള്ള ഓരോ വസ്തുക്കളും എടുത്തുകൊണ്ടുപോയി വിൽക്കുകയും പണം വാങ്ങുകയും അതിൽ നിന്ന് മദ്യം വാങ്ങി കഴിക്കുകയും ചെയ്യും. ഇങ്ങനെ അവന്റെ ജീവിതം നന്നായി പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു സിന്ധി ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്. അമ്മയ്ക്ക് എന്തു പറ്റി, അമ്മ എന്തുകൊണ്ട് കാണാനില്ല, എപ്പോൾ വരും എന്നൊക്കെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ അവന് ഭയമായി. ഒരുപക്ഷെ ജൂഡിയെ കാണാനില്ല എന്ന് സിന്ധി പോലീസിൽ കംപ്ലൈന്റ് കൊടുത്താൽ പോലീസ് നേരെ തിരക്കി ഈ വീട്ടിലായിരിക്കും വരിക. അങ്ങനെ എന്നെ പിടിച്ചുകൊണ്ടു പോകും. ഇതിൽ ഭയന്ന റയാൻ നേരെ സിന്ധിയുടെ വീട്ടിലേക്ക് ചെന്ന് അവരോട് സംസാരിച്ച് വീടിനുള്ളിലേക്ക് പോയി. അവരെയും കൊന്നു. 2019 രണ്ടുപേരെയും കൊന്ന കുറ്റത്തിന് ഈ ഒരു കേസ് കോടതിയിൽ ട്രയലിന് പോകുന്നു. അവൻ കുറ്റവാളിയെന്ന് കോടതി തെളിയിച്ചു. അമേരിക്കൻ കോടതി അവന് ഇരട്ട ജീവപര്യന്തം നൽകുന്നു. പരോളിൽ പുറത്തു വരാൻ പാടില്ല. ജീവിതകാലം മുഴുവനും ജയിൽ തന്നെ ആയിരിക്കണം. ഈ ഒരു സംഭവത്തെക്കുറിച്ച് കോടതി പറഞ്ഞത് റയാൻ എന്ന വ്യക്തിയുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം ചെയ്തതാണ് ഇതൊക്കെ. അവൻ എത്രത്തോളം മോശമായ സ്വഭാവമായിരുന്നാലും അവന്റെ അമ്മ അവന് വളരെ സ്നേഹത്തോടു കൂടി വീടിനുള്ളിലേക്ക് കയറ്റുമ്പോൾ ആ ഒരു നന്ദി പോലും കാണിക്കാതെ പണത്തിന് വേണ്ടിയും മയക്കുമരുന്നിനു വേണ്ടിയും സ്വന്തം അമ്മയെ തന്നെ അവൻ കൊന്നു. ആ ഒരു സംഭവം പുറത്തറിയാതിരിക്കാൻ വേണ്ടി മറ്റൊരു സ്ത്രീയെയും കൊന്നു. ഇതെല്ലാം അവന്റെ സ്വാർത്ഥത മാത്രമാണ്. അവന്റെ ജീവിതം മാത്രമായിരുന്നു അവൻ നോക്കിയത്. ഇത്രയും സ്വാർത്ഥതയുള്ള ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ മറ്റാരും തന്നെ ഉണ്ടാകില്ല. ഇവൻ ഇനി പുറം ലോകം കാണാനുള്ള യാതൊരു അർഹതയും ഇല്ല എന്ന് പറഞ്ഞാണ് അവൻ ഇരട്ട ജീവപര്യന്തവും പരോളിൽ പുറത്തിറങ്ങാൻ പാടില്ല എന്നൊരു നിയന്ത്രണവും കൊടുത്തത്. ഈ കേസിലൂടെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആരെങ്കിലും സഹായിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന സഹായം കാരണം നമുക്ക് ആപത്തൊന്നും വരാൻ പാടില്ല. ഒരിക്കലും പാമ്പിനെ പാലൂട്ടി വളർത്താൻ പാടില്ല. അതിനാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. ഇന്നത്തെ കാലത്ത് ആരെയും സഹായിക്കാൻ പോലും സാധിക്കാത്തൊരവസ്ഥയാണ്. സഹായിക്കുന്നത് നല്ല കാര്യമാണ്, പക്ഷേ അത് നല്ലൊരു വ്യക്തിക്കാണ് ചെയ്യേണ്ടത്. ആ ഒരു സഹായത്തിലൂടെ നാളെ നമുക്കൊരു പ്രശ്നം വരില്ല എന്നുള്ളതെല്ലാം ഉറപ്പുവരുത്തിയിട്ട് വേണം ഒരാൾക്ക് സഹായം ചെയ്യാൻ. അതും ശരിയായ വ്യക്തിക്ക് സഹായം ചെയ്യാൻ. അല്ലെങ്കിൽ ഈ ഒരു കേസിൽ ജൂഡിക്ക് സംഭവിച്ചതുപോലെ നാളെ നമുക്കും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.